വേറൊരു കാര്യം സംസാരിക്കും. ഇതെന്താ ആരും ഇതിനെ കുറിച്ച് പറയാത്തത്? ഇന്നലെ വരെ ഉണ്ടായതാണല്ലോ. സായിപ്പ് വേഴ്സസ് ആദിൽ ഇഷ്യൂനെ കുറിച്ച് ആരും സംസാരിക്കാം. അല്ല അങ്ങനെ കോൺട്രവേഴ്സി പെരുപ്പിച്ച് ഊതി വെറുപ്പിക്കാനോ ആളെ കൂട്ടാനോ വേണ്ടിട്ടല്ല. ഈ കാര്യത്തിൽ എനിക്കൊരു ക്ലിയർ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, സായിപ്പ് എന്ന് പറഞ്ഞാൽ സായിപ്പ് ഈഗിൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സാധാരണ ഇൻഫ്ലുവൻസേഴ്സിനെ പോലെ ഈഗിളുടെ വിട്ട് സായിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ഇഷ്യൂക്കോ ഒരു കോൺട്രവേഴ്സിക്കോ ഒരു ഇതിനോ ഇടക്ക് ഗെയിം കളിക്കുമ്പോൾ ദേഷ്യം വിളിക്കുമ്പോൾ തെറി വിളിക്കുമോ എന്നല്ലാണ്ട് ഒരു കോൺട്രവേഴ്സിയിലോ ഒരു ഇതിലോ മനസ്സിലാ അങ്ങനെ കളവ് അറിയുന്ന കൂട്ടത്തിലേ അല്ല ഇവൻ. മനസ്സിലാ, അങ്ങനെ ഒരു കുരുട്ടോ അങ്ങനത്തെ എന്താ കണ്ണിങ് ആയിട്ടുള്ള മൈൻഡോ ഇല്ലാത്ത ഒരു അത്രയും പച്ചയായ ഒരു പാവം മനുഷ്യനാണ് അത്രയും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സായിപ്പ് എന്ന് പറയുന്നത്. സായിപ്പിന്റെ ചാറ്റിൽ പോയിട്ട് സ്കാമർ എന്ന് പറഞ്ഞാൽ സ്പാം ചെയ്യുന്ന ആൾക്കാർ, അത് എനിക്കൊന്ന് നിർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സായിപ്പിന്റെ ചാറ്റിൽ പോയിട്ട് സ്കാമർ എന്ന് സ്പാം ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് ആദിലൊന്നും ഇങ്ങോട്ട് വന്നത് ആദില് അല്ല ഈ കാര്യത്തില് ആദിൽ തന്നെ ആ കുറ്റസമ്മതം നടത്തണം. ആദിൽ തന്നെ പറയണം. അത് എന്തും ആയിക്കോട്ടെ. കാരണം നമ്മൾ ഈ ലൈവിൽ ആ ഒരു രണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ഓനിക്ക് അനുഭവിക്കുന്ന സാധനം ഓൻ്റെ ചാറ്റിൽ പോയിട്ട് ആൾക്കാർ സ്കാമർന്നും ഓൻ്റെ കമൻസിൽ പോയിട്ട് സ്കാമർന്നും പറയുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതെനിക്ക് തോന്നുന്നു അധികം സാധാരണ ഇങ്ങനത്തെ കോൺട്രവേഴ്സി വരുമ്പോൾ കുറേ ആൾക്കാർ എടുത്ത് ഇടലുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഈ ഇതിനായിട്ട് സ്കാമും മറ്റേ ഇങ്ങനത്തെ സാധനങ്ങൾ കോൺട്രവേഴ്സി ആയിട്ട് ചർച്ച ചെയ്യലുണ്ട്. ഇതിപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഞാൻ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ആദില് പണ്ടല്ല ഒരു 4-5 മാസം മുമ്പ് സായിപ്പിന്റെ ഒരു വർക്ക് എടുത്തിരുന്നു. ആദിലൊരു കമ്പനി ഉണ്ട്. ആദില് ഒരു എന്തായിരുന്നു പേര്, കമ്പനിന്റെ പേര് ഇൻസ്റ്റാഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാമിലെ ഉള്ള ബാനായ അക്കൗണ്ടുകൾ അൺബാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമുമായിട്ട് മെറ്റയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സെലിബ്രിറ്റീസിന്റെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ വർക്ക് എടുത്ത കൂട്ടത്തിൽ സായിപ്പിന്റെ വർക്കും കൂടി എടുത്തിരുന്നു. ഓക്കെ, സായിപ്പിനോട് ഇവൻ പൈസ ചോദിച്ചില്ല. അതാണ് സത്യം. ഇവൻ എന്നോട് ഇത്രയും കാലം പറഞ്ഞിരുന്നത് സായിപ്പിനോട് പൈസ ചോദിച്ചിരുന്നു, സായിപ്പ് തന്നില്ല, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാൻ സംസാരിച്ച് ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ ഇതാക്കിയപ്പം ഇവൻ ഒരു കുഞ്ഞു ചെക്കൻ മണ്ടൻ, ഇവന് ഓഫീഷ്യലായിട്ട് സംസാരിക്കാനോ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യാനോ അറിയില്ല. സായിപ്പിന് ഇത് ഇവൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് സായിപ്പിനോടുള്ള ആരാധന ഇതും കാരണം ഇവൻ പൈസ ചോദിച്ചില്ല. ഓക്കെ, പൈസ ചോദിക്കാണ്ട് സായിപ്പ് തരുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ വെയിറ്റ് ചെയ്തിരുന്നു. സായിപ്പാണെങ്കിൽ ഇവനോടുള്ള സ്നേഹം കാരണം എടുത്ത് സ്റ്റോറി ഇട്ടു. ഓക്കെ, അതായത് ഇവന്റെ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിൽ സ്റ്റോറി ഇട്ടു. അപ്പോൾ പേയ്മെന്റ് കൊടുക്കണ്ടല്ലോ. അപ്പം ആടെ ഇതായല്ലോ, പേയ്മെന്റ് പകരം സ്റ്റോറി എന്നുള്ള ലെവലിൽ ചെയ്തു. അപ്പൊ സായിപ്പിന്റെ മൈൻഡിൽ സായിപ്പ് ചെയ്ത് കറക്റ്റാ അല്ലെ? അത് വിട്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ 5 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് ഇടക്കിടക്ക് ഈ ആദിലും ഇവരല്ലേ ഈ കമ്പനിയിലെ വർക്കേഴ്സെല്ലായിട്ട് ഈ ടോക്ക് നടക്കുന്നത് ഞാൻ കാണലുണ്ട്. സായിപ്പിന്റെ നിന്ന് പൈസ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് കേട്ടിട്ടാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ഇതിന്റെ കാര്യം എടുത്തിടുന്നത്. അല്ലെങ്കിൽ സായിപ്പിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേർക്ക് പൈസ കൊടുക്കാണ്ടില്ല എന്നുള്ള ലെവലിൽ ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഓൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും നമ്മളെന്ന് വെച്ചാൽ ഇപ്പം എത്ര 12,000 വാച്ചിങ് ഉണ്ട്. പക്ഷേ ഈ നാളെ ഈ 12,000 വാച്ചിങ് അല്ല വരിക. നാളെ വേറൊരു 12,000 ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു 10,000 ആയിരിക്കും. പക്ഷെ സായിപ്പ് എന്ന് പറഞ്ഞാൽ ഓനുള്ള ഒരു 5,000-6,000 ആൾക്കാരാണെങ്കിൽ അവർ ഹാർഡ് കോറാണ്. അവരെപ്പോഴും ഓൻ്റെ കൂടെയുള്ള എപ്പോഴും നാളെ അവർക്ക് അതേ ഓഡിയൻസ് ആയിരിക്കും, മറ്റന്നാളെ പുതിയ അല്ലെങ്കിൽ മാറി വരുന്നതല്ല. മനസ്സിലാ, അവരുടെ ഇടയ്ക്കേക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു സ്കാമർ എന്നുള്ളൊരു പേര് പോയി കഴിഞ്ഞാൽ ഓൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കാരണമല്ല, ആദിൽ കാരണം അങ്ങനത്തെ ഒരു ഇതാകുന്നത് എനക്കെന്തോ മനസ്സിലായി. അത് നമുക്ക് ആ കാര്യം നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പറയണം, അത് സോറി പറയണം, കംപ്ലീറ്റ്ലി അപ്പോളജൈസ് ചെയ്യണം. അത് അതിന്റെ എന്താന്ന് വെച്ചാൽ നീ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ശരിയാണ്. അതിന് അപ്പോളജൈസ് ചെയ്യാൻ ഈ കുഞ്ഞിച്ചക്കന് ഇതിനെ കുറിച്ച് അറിയില്ല. ഒന്നാമത് ഇവൻ തെറ്റായിട്ട് ചെയ്തല്ലോ. പറ എടാ, അതിൽ എനിക്ക് വേണ്ടി നമ്മളിങ്ങനെ സംസാരിക്കാം. അതന്നെ ഞാൻ ചോദിച്ചില്ല, കാരണം മിസ്റ്റേക്ക്. ഞാൻ വിചാരിച്ച് ചോദിക്കൊരു മടി കാരണം ചോദിക്കാണ്ട് വെച്ച്. അപ്പൊ ലാസ്റ്റ് ലൈവില് നടന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സായിപ്പിന് സ്കാമർ എന്നുള്ളൊരു പേരവിടെ വന്നു. മനസ്സിലാവും. സ്കാം ഒന്നും ചെയ്തിട്ടില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. സായിപ്പിനെ സ്കാം ചെയ്ത് ഓനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഓൻ സ്റ്റോറി ഇട്ട് ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തു, വേറൊന്നും ഇതിലില്ല. സ്റ്റോറി ഇട്ട് കൊടുത്തത് കൊണ്ട് സ്റ്റോറി ഇട്ട് കൊടുത്തോണ്ട് ഓൻ വിചാരിച്ച് പൈസ വേണ്ടിയിരിക്കും. ഞാൻ പൈസ ചോദിച്ചില്ല, ഞാൻ ചോദിക്കാൻ മടിയാണ്ട് ചോദിച്ചില്ല. കുറെ നാള് ചോദിച്ചില്ല. ഇതാണ് അല്ല ഓൻ പറയുന്നത് നീ പൈസക്ക് പകരം സ്റ്റോറി മതി നമ്മ സംസാരിച്ചിട്ട് കോൾ ചെയ്തത്, മെസ്സേജ് ഒന്നും ഇല്ലാണ്ട് കാണാനൊന്നുമില്ല. കോള് പറയുമ്പോ ഞാൻ കൃത്യം സംസാരിച്ചില്ല.
ഇടയ്ക്ക് എന്തോ പറഞ്ഞ അങ്ങനെ മുത്ത സ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് ഇവനെ ഇതാക്കാൻ നോക്കാം, ഇവനെ വെളുപ്പിക്കാൻ നോക്കാം. ഞാൻ അതിന് സംഭവം ശരിയാണ്. ഇവൻ എൻ്റെ അനിയനെ പോലെ, ഇവൻ എന്ത് ഇത് ചെയ്താലും ഞാൻ ഇവൻ്റെ കൂടെ വെക്കും. നമ്മളിവിടെ ഒരു ഫാമിലി പോലെ ഇത് പോകുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സായിപ്പിന് ഓൻ ഒരു ഭാര്യയും കുട്ടിയായിട്ട് ഓൻ വേറെ ഒരു ഇതിനും നിൽക്കാണ്ട് ഓൻ്റെ ഫാമിലി, ഓൻ്റെ ഗെയിം പ്ലേ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലാണ്ട് ഓൻ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അത്രയും ഫീൽ ആയിപ്പോയി. ഞാൻ കാര്യം പറയാം, ഞാൻ ഇന്ന് ഓൻ്റെ ഭാര്യനോട് അടക്കം സംസാരിച്ചു. ഓക്കെ, സായിപ്പിൻ്റെ പുള്ളിക്കാര്യം എന്നെല്ലാം പറഞ്ഞാൽ ഒരിക്കലും സായിപ്പ് പറയുന്ന പോട്ടെ, സായിപ്പിൻ്റെ ഭാര്യ ഒരിക്കലും കള പറയില്ല. അങ്ങനെ കള പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇപ്പം ഇതുള്ള പോലെയല്ല. ഇപ്പം ഇവരെല്ലാം എൻ്റെ കൂടെ വന്നത് ഇപ്പോഴാണ്, മനസ്സിലായി. സായിപ്പിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ അവള് 9ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുള്ള, അതായത് സായിപ്പ് ഒന്നും അല്ലാത്ത സമയത്ത് പച്ചക്കറി വെക്കാൻ പോകുമ്പോൾ സായിപ്പിന് ഒന്നിച്ച് പോകുന്ന അത്രയും ഒന്നും അല്ലാത്ത സമയത്ത് അവൻ്റെ കൂടെ ഉള്ളത്. ആ പെണ്ണ് കള പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, ഞാൻ സംസാരിച്ച വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി 100% സായിപ്പിൻ്റെ ഭാഗത്താണ് ന്യായം. മിസ്റ്റേക്ക് ആദിലിൻ്റെ ഭാഗത്താണ്. മിസ്റ്റേക്ക് 100% ആദിലിൻ്റെ ഭാഗത്താണ്. അതിൽ എനിക്ക് ഒരു ഇതും പറയാനില്ല, അതിൽ എനിക്ക് ഒരു ന്യായീകരണവും പറയാനില്ല. ഓക്കെ, അത് നീ തന്നെ പബ്ലിക്കിൽ അത് അപ്പോളജൈസ് ചെയ്യണം. പറ്റും ഒരു സ്റ്റോറി ഇടണം, ഓനെ കുറിച്ച് ഇത് ഇങ്ങനെ ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നീ തന്നെ അത് ഇതാക്കണം. പറ, ഇതിനെ കുറിച്ച് പറയാം. ഈ ചെക്ക്, ഈ പൊട്ടൻ ചെക്ക, എന്തിനാ ഈ ബിസിനസ് ചെയ്യാൻ അറിയാൻ എനിക്ക് അറിയില്ല. ഈ ചെറിയ വയസ്സിൽ ഈ 10-20 വർക്കേഴ്സിനെല്ലാം വെച്ച് ഇങ്ങനെ ലക്ഷങ്ങൾ വെച്ച് ഇവൻ ബിസിനസ് ചെയ്യാം. ഈ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല, ഒരു കാര്യം ഡീൽ ചെയ്യാൻ അറിയില്ല. ആ സായിപ്പായിട്ട് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയിട്ടില്ല. അതാണ് ഒരു റീസൺ. ഒരാളെ കരിയർ കളയാനുള്ള കാര്യമാണ് ലൈവിൽ പറഞ്ഞത്. അതിൽ കാര്യം എന്ത് കാര്യം, ഒരു കാര്യവും ഇല്ല. കറണ്ടൊന്നും കാര്യമില്ല, മനസ്സിലായി. കറണ്ടൊന്നും കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ കാര്യം പറയല, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവും. അതെന്ന് വെച്ചാൽ ഓൻ അത്രയും ഹേർട്ടായി, അല്ലെങ്കിൽ ഓനക്ക് അത്രയും ഓൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്, മനസ്സിലാവും. ഞാൻ പറയാല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 1-2 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചു. ഞാൻ സാഹിബിനോട് സംസാരിച്ചു, സാഹിബിൻ്റെ ഭാര്യനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം അവിടെ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം വരുമ്പോൾ എനിക്ക് ആ പെണ്ണിനോട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ സാഹിബിനോട് തന്നെ സംസാരിച്ചിട്ട് ഞാൻ അത്രയും അവനോട് സോറി പറഞ്ഞു. ഇവനെ കൊണ്ട് ഞാൻ സോറി പറയിപ്പിച്ചു, മനസ്സിലാവും. 52 മിനിറ്റ് എല്ലാവരും 52 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സായിപ്പ് ആദിൽ ഇസുവിനെ കുറിച്ച്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലേ? ഒരാൾ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഡോണ്ട് ഡിമോട്ടിവേറ്റ് ആദിൽ, ഹി മേഡ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓനൊരു മിസ്റ്റേക്ക് ചെയ്തോ. അത് ഇത്രയും ഇത് വലിയൊരു കാര്യത്തിലാവുമ്പം അത് ചെറിയൊരു മിസ്റ്റേക്ക് അല്ലടാ, കാര്യം പറയല്ല. അത് ചേഞ്ച് ടോപ്പിക്കാ അല്ല, ഇതിനൊരു അതിന് മുമ്പ് 5-6 മാസമായി. അപ്പൊ 6 മാസം മുമ്പുള്ള കാര്യം എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മ തന്നെ ഇല്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. അതില് ഞാൻ പറയുന്നത് കേട്ടാ മതി. നിന്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ തന്നെയാണ് കാര്യം. നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നീ പറഞ്ഞത്, നീ ആ സായിപ്പ് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. അതിനുള്ള ബുദ്ധിയെ നിനക്കില്ല. ബിസിനസ് ചെയ്യാനുള്ള പക്വത നിനക്ക് ആയിട്ടില്ല. അത് തന്നെയാണ് കാര്യം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റാഫ്ലിക്സ് എന്ന് പറഞ്ഞ സാധനം ബാക്കിയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. നീ ഇതിൽ ഓണറായിട്ട് ഒരു സൈഡിൽ നിന്നോ, നീ ഇതിൻ്റെ വർക്കിൽ നീ ഇടപെടണ്ട. കാരണം നിനക്ക് അതിനുള്ള പക്വത ആയിട്ടില്ല. സ്പാം എല്ലാം അതിൽ സ്റ്റോറി ഇട്ട് ഇത് തീർത്തോ. സോറി ബ്രോ, ഇപ്പോൾ ഇത് സംസാരിക്കാൻ പാടില്ല എന്നറിയാം. ബട്ട് ബ്രോ ഞങ്ങളുടെ വീഡിയോസിൽ തമ്മിൽ ഞാൻ റോമൻ കാണാറുണ്ട്. സ്വന്തത്തിൻ്റെ വർക്കർ ആവശ്യമുണ്ടെങ്കിൽ DM വരും ബ്രോ. ഇല്ലടാ, അതിനെല്ലാം ആളുണ്ട്. ഓൾറെഡി ഒരു ടീം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുന്നുണ്ട്, മനസ്സിലാവും. അതെല്ലാം ഓൾറെഡി സ്ട്രക്ചേർഡാണ്. അല്ല ബാക്കിൽ നടന്നോളൂ, അതൊന്നും ഞാൻ നോക്കുന്നില്ല, മനസ്സിലാവും. അതെല്ലാം അവർ ചെയ്തോളൂ. ഈ വീഡിയോസ് ഇടുന്നതും തമ്മിൽ ഇടുന്നതും ആൾക്കാരെല്ലാം അവർ നോക്കിക്കോളും, മനസ്സിലാവും. 52 മിനിറ്റ്സ്. എടാ നീ ഇവൻ തെറി വിളിച്ചതിൻ്റെ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് 52 മിനിറ്റില് റാംബോ ലാസ്റ്റ് ലൈവില് 52 മിനിറ്റില് റാംബോ തെറി വിളിച്ചു. അതിന്റെ സ്പിന്ന് കാണുന്ന ആൾക്കാർ ഇതൊരാഴ്ച എങ്ങനെ ആയല്ലോ. 52 മിനിറ്റ് ഞാൻ നോക്കി. അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ല, തെറിയില്ല. ഇവര് ചുമ്മാ ഒരാൾ പറയണത് എല്ലാരും പറയണതാ. അതിലല്ല ഇത് തുടങ്ങിയത്, തൊപ്പിയാണ്. ഇനി വിഷയം മാറ്റും. എടാ വിഷയം മാറ്റുന്നതല്ലടാ മുത്ത. ഞാൻ ലാസ്റ്റ് ലെവലിൽ ഞാൻ തന്നെ വന്ന് പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ആ വിഷയം ഞാൻ എടുത്തിട്ടാ എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അറിയാത്ത കാര്യം അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത കാര്യം അത്രയും ഉറപ്പിൽ പറഞ്ഞത് ഇവൻ്റെ മിസ്റ്റേക്ക് ആണോ? ഇവൻ്റെ മിസ്റ്റേക്ക് ആണോ? ആണോ അല്ലയോ? പറ, ചാറ്റ് പറ. എന്താ 52 മിനിറ്റ് തെറിയും തന്നെ പറഞ്ഞു കൊടുക്കുന്ന മുത്തകത്ത് വിടടാ.
അത് കഴിഞ്ഞു. അത് ഞാൻ അന്നേ പറഞ്ഞ സ്പിന്നിന്റെ കാര്യം 2 ദിവസം മുന്നേ ഉള്ള ലൈവിൽ ഇപ്പൊ എന്തെങ്കിലും നടന്നെങ്കിൽ മാത്രമേ ഇപ്പൊ പറയാം. ഇപ്പൊ ആരെയും തെറി വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പറയാം. അതിന്റെ പണിഷ്മെന്റ് ഇപ്പൊ കൊടുക്കും. അല്ലാണ്ട് 2 ദിവസം മുമ്പുള്ള കാര്യം ഇപ്പൊ വന്നിട്ട് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവും? നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവും? ആദിൽ വർക്കേഴ്സിന് സാലറി കൊടുത്തില്ല എന്ന് സാഹിബ് പറഞ്ഞു. ആദിലിനെ എക്സ്പോസിംഗ് ആയിരുന്നു. അതിനെ കുറിച്ചും പറയണം. അത് വർക്കേഴ്സിന് ഞാൻ ഇന്ന് ഇവന്റെ വർക്കേഴ്സ് ഒരു 2 വർക്കേഴ്സ്, ഇവർക്ക് ഒരു 10-20 ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അപ്പം അതിൽ 2 വർക്കേഴ്സ് ഉണ്ട്. ആ 2 വർക്കേഴ്സിന് ഇന്ന് കോൺഫറൻസ് കോൾ ഇട്ടിട്ട് സംസാരിച്ചു. അത് ചോദിച്ചു. അപ്പൊ അതിൽ ഇവരൊരു എഗ്രിമെന്റ് ആക്കിയെന്നാ പറയുന്നത്. എഗ്രിമെന്റ് ആക്കിയ ടൈമിലുള്ള സാലറി കൊടുത്തു. എഗ്രിമെന്റ് ആക്കാത്ത ടൈമിൽ കുറച്ചെന്തോ വർക്ക് ചെയ്തിരുന്നു. അതിന്റെ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാനത് ഫിക്സ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, അതല്ല ഇവിടെ മെയിൻ ഇഷ്യൂ. അതല്ല ഇതെന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഈ 2000 രൂപേന്റെ 3000 രൂപ ഇപ്പം 10,000 രൂപേന്റെ കേസായാൽ പോലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സായിപ്പിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ പൈസ നമുക്ക് ഉണ്ടാക്കാം. ഈ മാനം പോയി അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടൂലടാ. മനസ്സിലാവും? അത് ഞാൻ കാര്യം പറയല. പ്രത്യേകിച്ച് ഗൈസ് ഞാൻ പറയാം, സായിപ്പിന്റെ ചാറ്റിൽ പോയിട്ട് ആരും ദയവ് ചെയ്ത് സ്കാമർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാക്കരുത്. സായിപ്പ് ഒരിക്കലും അങ്ങനെയുള്ള സാധനങ്ങൾ, ഒരു സാധനം പോലും ഇതുവരെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ് സായിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവും? ഒരു ഇതിനോലും ഒരു പേടിയാ. അതായത് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും എന്തെങ്കിലും സ്കാം ചെയ്ത് കളയുമെന്നുള്ള പേടി കാരണം ഒരു സംഭവം ഫുള്ള് നമ്മളെല്ലാം ഇപ്പൊ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഫുള്ള് റിസർച്ച് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യും. ലാസ്റ്റ് തീരുമാനിക്കും പ്രൊമോട്ട് ചെയ്യാന്ന്. ഓക്കെ, ഇതിൽ പ്രശ്നമൊന്നുമില്ല, സ്കാമൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ സായിപ്പ് അങ്ങനെയല്ല. സായിപ്പ് ഒരു സ്കാമും അതിലില്ലാന്ന് ഉറപ്പായാലും പ്രൊമോട്ട് ചെയ്യില്ല പേടിച്ചിട്ട്. മനസ്സിലാവും? ഒരു കാരണവശാലും ദയവ് ചെയ്ത് ഒരു കാരണവശാലും ഈ കാര്യം പറഞ്ഞു അവൻ്റെ ചാറ്റിൽ പോയി സ്പാം ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, 100% ഈ കാര്യത്തിൽ ന്യായം സാഹിബിന്റെ ഭാഗത്താണ്. മിസ്റ്റേക്ക് ഫുൾ 100% ആദിലിന്റെ ഭാഗത്ത് തന്നെയാണ്. ഓക്കെ, തൊപ്പി അഡ്വൈസ് ഹിം ഡോണ്ട് ഇൻസൾട്ട് ഹിം ഇൻ ഫ്രണ്ട്. അവിടെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇൻസൾട്ടായിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ ഇപ്പൊ ഇനി നാളെ പോയി എന്തെങ്കിലും ആരും കൊന്നിട്ട് വന്നാലും ഇവൻ എൻ്റെ അനിയനാണ്. മനസ്സിലാവും? ഇവനെ അഡ്വൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇവനെ ഒന്നിച്ച് ചേർത്ത് പിടിക്കാന്നല്ലാണ്ട് എനിക്ക് വേറെ വഴിയൊന്നുമില്ല. എൻ്റെ മനസ്സാക്ഷിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ എൻ്റെ ഫാമിലിയാണ്. മനസ്സിലാവും? ഇവൻ എൻ്റെ ഫാമിലിയാണ്. എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവനെ അഡ്വൈസ് ചെയ്യാന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൊപ്പി കാരണമാണ് ഇത്രയും ഇഷ്യൂ ആയത്. സാഹിബിനോട് തൊപ്പിയാണ് പ്രശ്നം ഏറ്റെടുത്തിട്ടത്. അല്ല, അതിന് ന്യായീകരണം വേണ്ട. മൈ മിസ്റ്റേക്ക് അത് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിനെന്ത് ഇത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഓക്കെ.